ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സൈക്കോ YT10. അപ്പൊ ഗായ്സ്, നമ്മള് ഒത്തിരി നാളുകൾക്ക് എന്ന് പറഞ്ഞ മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാതിരാത്രിയിൽ, അതായത് ഇവിടെ ഏകദേശം 12 മണിയാവുന്നു, രാത്രിയാണ്. അപ്പൊ നമ്മൾ എവിടെ പോകുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നാട്ടിൽ നിന്നും പപ്പായും മമ്മിയും വരുന്നുണ്ട്. അപ്പൊ അവരെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. അവര് വരുന്ന വിശേഷവും വന്നു കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ടിടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. ഗൈസ്, അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് വന്നില്ലോ എന്ന് അറിയത്തില്ല. പപ്പായുടെ മമ്മിയുടെ പറഞ്ഞത് വൈഫൈ കണക്ട് ചെയ്തിട്ട് വിളിക്കണം. ഏതായാലും നമ്മള് പാർക്കിങ്ങിൽ ഇവിടെ കയറ്റി വിട്ടു. പാർക്കിംഗ് കിട്ടി. കുറെ നേരം വെയിറ്റ് ചെയ്തിട്ടാ പാർക്ക് കിട്ടി. ഇന്ന് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് വരുന്നുണ്ട്. ഇഷ്ടംപോലെ നല്ല തിരക്കാ കേട്ടോ എയർപോർട്ടില്. നല്ല തിരക്കാ, ഈ സമയത്ത് നല്ല തിരക്കാം. അങ്ങനെ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പപ്പ ഫസ്റ്റ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം പപ്പ ആദ്യമായിട്ടാണ് കേരളം വിട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ പപ്പായിക്ക് എന്താണെങ്കിലും എക്സൈറ്റഡ് ആയിരിക്കും. കുവൈറ്റ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാം, പതുക്കെ അറിയാം. എന്തായാലും ഞങ്ങള് വേറൊരു സർപ്രൈസ് കൂടെ പപ്പായിക്കും മമ്മിക്കും കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ട് സർപ്രൈസ്. എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എനിവേ അവരെ പിക്ക് ചെയ്യാനായിട്ട് നമുക്ക് അകത്തോട്ട് പോവാം. റിസീവ് ചെയ്യാനായിട്ട് അകത്തോട്ട് പോവാം. അപ്പം അവർ വരുന്നതും റിയാക്ഷൻസും ഒക്കെ നമുക്ക് കാണാം. ഓക്കെ, നമ്മൾ വേണ്ട ഇവിടുന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പപ്പായ്ക്ക് മമ്മിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്റെ പൊണ്ണ് കഴിച്ച് 12-15 വന്ന ഫ്ലൈറ്റാണ്. ഇതുവരെ ആൾക്കാർ വെളി വന്നിട്ടില്ല. ഇപ്പൊ സമയം 2 മണിയാണ്. മടുത്ത് അവസാനം ഞങ്ങള് സ്റ്റാർബക്സിൽ കയറി കോഫിയൊക്കെ കുടിച്ച് കുക്കീസൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുക. ഉറക്കമായിട്ട് ഒരു രക്ഷയില്ല. രാവിലെ ഡ്യൂട്ടിക്കും പോകണ്ട. പൊന്നോ, ഒരു രക്ഷയില്ല കഴിച്ചു. മടുത്ത് ഞങ്ങളിവിടെ 12:15 അകത്ത് കയറിയതാണ്. ഇപ്പൊ സമയം ഏകദേശം 2 മണിയായി. ഇങ്ങനെ ഇരുന്ന് തേഞ്ഞ് മെഴുകി ചാവുകയാണ്. അങ്ങനെ ഒരു 1-2 മണിക്കൂറിന് ശേഷം പപ്പായും മമ്മിയും വന്നിട്ടുണ്ട്. ഞങ്ങളെ കണ്ടില്ല കേട്ടോ. ഇപ്പോൾ സാറ് നിൽപ്പുണ്ട്. സമയം 3 മണിയായിട്ടോ. ഇപ്പം വന്ന് ഞങ്ങൾ കയറുതേ ഉള്ളൂ. എയർപോർട്ടിൽ വരാൻ അധികം ദൂരമൊന്നുമില്ല. എങ്കിൽ പോലും ഞങ്ങളിപ്പം വന്ന് വേണ്ട ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നു, ചപ്പാത്തി ഉണ്ടാക്കുന്നു. ഇപ്പൂസ് ഭയങ്കര ഹാപ്പി അല്ലേ. വന്ന് എന്താ വല്യമ്മ ഓരോ സാധനങ്ങൾ എടുത്ത് കൊടുത്തോണ്ടിരിക്കുക. പെട്ടിയൊക്കെ പൊട്ടിച്ചു കേട്ടോ. ഓരോ സാധനങ്ങൾ തപ്പിയെടുത്തോണ്ടിരിക്കുകയാണ്. എന്തായാലും ഇത്രേ ഉള്ളൂ. ഇനിയുള്ള പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.